PR ശിവശങ്കർ, ഇവിടെ ഒരു ദിവസം അല്ല പല ദിവസം EP പറയുകയാണ് നിങ്ങളുടെ 5 പേർ നല്ല കേമന്മാരാണ് എന്ന്. ഇപ്പോ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പറയേണ്ടി വരികയാണ് അല്ല കേമന്മാർ UDF തന്നെയാണ് എന്ന്. നിങ്ങൾക്ക് വേണ്ടി NDAയുടെ ചെയർമാനെയും കൺവീനറെയും വൈസ് ചെയർമാനെയും ഒക്കെ അളക്കെ ശക്തമായി LDF കൺവീനർ വാദിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ LDF കൺവീനർക്ക് അതിൻ്റെ പേരിൽ അവിടെ വേട്ടയാടപ്പെടുകയും അദ്ദേഹത്തെ തിരുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അഭയം കൊടുക്കേണ്ടേ നിങ്ങൾ? ഞങ്ങൾ അഭയം കൊടുക്കാൻ തയ്യാറാണ്. ഇത്തരത്തിലുള്ള ആളുകൾ വന്നാൽ തീർച്ചയായിട്ടും അഭയം കൊടുക്കാൻ തയ്യാറാണ്. ഒരു കാര്യം ഏതായാലും ഉറപ്പാണ്, സംസ്ഥാനത്ത് അജണ്ട നിശ്ചയിക്കുന്നതും പൊളിറ്റിക്കൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ചർച്ചയുടെ കേന്ദ്ര ബിന്ദു BJP ആയി എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ചർച്ചയിലും അതാണല്ലോ കാണുന്നത്. എല്ലാവരും BJPയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൺവീനർ തന്നെ BJPക്ക് അനുകൂലമായി കാര്യങ്ങൾ പറയുന്നു എന്ന് രണ്ടുപേരും സമ്മതിക്കുന്നു, വേണുവും സമ്മതിക്കുന്നു ഈ കാര്യങ്ങൾ. എന്നാൽ നമ്മൾ കുറച്ചുകൂടി ഇതിൻ്റെ ഡെപ്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് EP മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? EP പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് നമുക്ക് രണ്ടാമത് ചിന്തിക്കാം. EP മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, ശശി തരൂർ ഇത് പറഞ്ഞിട്ടില്ലേ? നരേന്ദ്രമോദി ജയിക്കുമെന്ന് ശശി തരൂർ പല ഇൻ്റർവ്യൂവിലും ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ അപ്പോൾ വേട്ടയാടലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ EP വേട്ടയാടിയ പോലെ ശശി തരൂരിനെ ആരും വേട്ടയാടി ഞാൻ കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും നിശബ്ദരാവുകയും അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളൊന്നും നടക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ശശി തരൂർ അത് പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ പലകുറി ഞാൻ BJP ചേർന്നാൽ നിങ്ങൾക്ക് എന്താ ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ? പിന്നെ കുഴൽനാടൻ്റെ BJP ബന്ധം പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ കോൺഗ്രസിലും ഇതേപോലെ കൃത്യമായി രാഷ്ട്രീയം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയങ്ങളെയൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ BJPക്കാണ് ഈ അടുത്ത തിരഞ്ഞെടുപ്പിലും സാധ്യത എന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലും അതുപോലെ തന്നെ EP ജയരാജനും മനസ്സിലായി പല മണ്ഡലങ്ങളിലും BJPക്ക് ശക്തമായ സ്ഥാനാർത്ഥികളുണ്ട്, അടിയൊഴുക്കുണ്ടെന്ന്. പ്രതിപക്ഷം പറഞ്ഞ ബിസിനസ് താല്പര്യം എന്നാണ്. വൈദേകത്തിൽ പിന്നെ എന്തുകൊണ്ട് ED കയറിയില്ല? ഇപ്പോൾ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന വ്യക്തി ആരാണ്? EP ജയരാജനാണ്. എന്തുകൊണ്ട് ED അവിടെ മുടന്തുന്നു? ഇനി അതിനപ്പുറത്ത് ഇപ്പം ഇവിടെ ഈ പറയുന്ന സ്വർണ്ണക്കടത്തൊക്കെ വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോദി പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചിട്ട് പോയല്ലോ. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ പോകുന്നില്ല? അതിന് പ്രത്യുപകാരം വേണമല്ലോ. അതിനെന്താ പറയുകയാണ്, ഏറ്റവും ഉചിതമായ അവസരത്തിൽ നിങ്ങൾക്ക് 370 കിട്ടണ്ടേ? ഇവിടെ ഒന്നൊരു 5 എണ്ണമെങ്കിലും ഉറപ്പിക്കാൻ EP കഴിയുന്നത് EP ചെയ്യുന്നു. എനിക്ക് നമ്മുടെ ബൽറാം ഗോൾ പോസ്റ്റ് മാറ്റാൻ മനസ്സിലാക്കാം. വേണു എന്തിനാ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു എന്താ പറയുക ഗോൾ പോസ്റ്റ് മാറ്റുകയോ അല്ലെങ്കിൽ കോൺഗ്രസിനെ തന്നെ കുഴപ്പത്തിലാക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സത്യത്തിൽ വേണു കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുക. ബൽറാമിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാം. കാരണം എന്തുകൊണ്ട് ED മുടന്തുന്നു? എന്തുകൊണ്ട് EP ജയരാജൻ ഇത്തരം ഒരു നിലപാടുമായി വരുന്നു? എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും അത് തള്ളേണ്ടി വരുന്നു? I'll come to straight that. Why we need a duplicate when there is an original? പിണറായി തന്നെ ഞങ്ങളുടെ കൂടെയാണെന്ന് നിങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചു. ബൽറാമി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു BJPയും കോൺഗ്രസുമായി CPIയുമായിട്ട് അടുത്ത ബന്ധം. വെൻ ദർ ഇസ് എൻ ഒറിജിനൽ വൈ വി നീഡ് ഡ്യൂപ്ലിക്കേറ്റ്? EP ജയരാജനെതിരെ പിണറായി വിചാരിച്ചാൽ നടക്കാത്ത എന്ത് കാര്യം EP ജയരാജൻ നടക്കണേ? അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായി BJPയെക്കുറിച്ച് സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞാൽ ഉടനെ അവരായിട്ട് രാഷ്ട്രീയ ബന്ധം. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ആവശ്യമില്ല. അദ്ദേഹം സത്യസന്ധമായൊരു കാര്യം പറഞ്ഞു, അതിന് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതിന് കൃത്യമായ രാഷ്ട്രീയമായ അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങളായിരിക്കാം. അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് EP ആയിട്ട് ബന്ധം. മറ്റുള്ളവരെല്ലാം BJPയിലേക്ക് വരുന്നുണ്ട്. അതിന് അപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾക്ക് തന്നെ കോൺഗ്രസിനും വേണുവിനും ഇപ്പം ആശയപരമായി കൃത്യമായി പറയാൻ പോലും പറഞ്ഞുകൂടാ. മിനിമം തിരഞ്ഞെടുപ്പിനെങ്കിലും ഒരു കൃത്യതയോടെ ഒരേ നേതൃത്വം ഒരേ അഭിപ്രായം പറയണ്ടേ? അതുപോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, അടുത്ത കാര്യം, ED എല്ലാവരുടെ അടുത്ത് കയറുന്നു. ED ശൈല ടീച്ചറിന്റെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, ED പന്നിയൻ്റെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, ED സുനിലിൻ്റെ വീട്ടിൽ കയറിയിട്ടില്ലോ. അപ്പം രാഷ്ട്രീയമായി ആരോപണം ഉന്നയിക്കുന്നവരുടെ സമൂഹ മാധ്യമങ്ങളിലും ഒരു ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ആരോപണം ഉന്നയിക്കുന്നവരുടെ അടുത്തേക്ക് ED കയറിയിട്ടുള്ളൂ. അതാണ് സത്യം. അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കൃത്യമായി ഏതാണ്ട് 5-10 സീറ്റുകളിലും BJPക്ക് കൃത്യമായ രാഷ്ട്രീയ സ്വാധീനം കൂടുന്നുവെന്നും ഇടതുമുന്നണിക്കും കോൺഗ്രസിനും ഇതിൽ ഭയമുണ്ടോ? ഒരു കാര്യം ഉറപ്പല്ലേ, നമുക്കറിയാമല്ലോ കോൺഗ്രസിൻ്റെ എത്ര സഖ്യകക്ഷികൾ അവരുടെ കൂടെ നിൽക്കും.
മുസ്ലിം ലീഗിന്റെ കാര്യം തന്നെ നമുക്കറിയാം, പല സീറ്റുകളിലും അവർ തിരിച്ചു ചെയ്യുന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി തന്നെ പോയി. മറ്റുള്ള പലർക്കും അവർക്ക് സാമൂഹ്യമായോ അതുപോലെ തന്നെ രാഷ്ട്രീയമായോ ഇപ്പോൾ സ്വാധീനമില്ലാതായിരിക്കുന്നു. പാർട്ടികൾ പോകുന്നു. ഇപ്പോൾ ശശി തരൂരിന്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെ എത്രയോ പേര് മാറിയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് പൂർണ്ണമായി തകർന്നു എന്ന് അത്തരത്തിലുള്ള രണ്ടുപേർക്കുമുള്ള മറുപടി. ശരി, ശിവശങ്കർ അങ്ങയിലേക്ക് വരാം.